പാർട്ടിയെ കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും. ബസ് വരാറായി, ഇനി വരാതിരിക്കോ? ഏയ്, ദിവസവും ഈ സമയത്ത് ഇവിടെ എത്തുന്നല്ലേ, എന്തായാലും വരും. പാർട്ടി ഇത് തന്നെയാണോ? നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ചാന്നറിയണ്ട. സോറി. ഒരു വെള്ളയമ്പലം. വെള്ളയമ്പലം. അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. പേഴ്സോ? നിങ്ങൾ എടുക്കാൻ പറഞ്ഞായിരിക്കും. കേറിയപ്പോ ഉണ്ടായിരുന്നു. വണ്ടി എടുത്തു. എന്താ അവിടെ? എന്താ? എന്റെ പേഴ്സ് കാണുന്നില്ല. ഇതിപ്പോ ഒരു പുതിയ അടവാ. പാന്റും ടൈയൊക്കെ കെട്ടിയിടുന്ന ആരും സംശയിക്കത്തില്ലല്ലോ. കാശില്ല, അത് പറഞ്ഞോ. പോക്കർത്തനം പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞാൽ താൻ എന്ത് ചെയ്യും? അടിച്ച് ചപ്പക്കുറ്റിയെ നടക്കും. എന്നാ ഒന്ന് കാണുമല്ലോ. അടിക്കടാ, അടിച്ചു നോക്കടാ. സാറേ, എനിക്ക് ഇയാളെ ഡൗട്ട് ഉണ്ട്. അനാവശ്യമായ കാര്യങ്ങൾ ഇയാൾ ഇടപെടുന്നതിന്. ഇതെന്താ വാലി പ്രതിയായോ? തപ്പിക്കോ, എന്നെ മുഴുവൻ തപ്പിക്കോ. പക്ഷെ എന്നെ മാത്രം തപ്പിയാ പറയും. ബസ്സിലുള്ള ബാക്കി എല്ലാവരും തപ്പണം. തപ്പിട്ട് കിട്ടില്ല വേണ്ട, വണ്ടി നേരെ പോലീസ് സ്റ്റേഷൻ പോട്ടെ. വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ. വേണ്ട സാർ, നമുക്ക് ഇവിടെ വെച്ച് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതെ, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓരോരുത്തരായിട്ട് വന്നട്ടെ. ദയവ് ചെയ്ത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുത്തേക്കണേ. ആദ്യം ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇതല്ല. അയ്യേ, ഇതല്ല. അല്ലല്ല, തപ്പിയവരും തപ്പാത്തവരും തമ്മിൽ മിക്സ് ആവല്ലേ. ഇതല്ല. അയ്യോ, സോറി. പോക്കറ്റ് എവിടാ? എന്റെ പേഴ്സ്, എന്റെ പേഴ്സ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ ഫോട്ടോ. ഞാൻ എടുത്തൊന്നും അല്ല. പിന്നെ ഈ പേഴ്സിന് കൈയും കാലും ഉണ്ടോ? എന്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങി നിന്റെ പോക്കറ്റിൽ ഒന്ന് കയറാൻ. ഭാഗ്യത്തിന് രൂപയൊന്നും പോയില്ല. ഈടായിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇതൊരു പതിവാ. കഴിഞ്ഞവിടെ പാളയത്തിന് പോക്കറ്റ് അടിച്ചു ഇവൻ തന്നെ ആയിരിക്കും. അനാവശ്യം പറയുന്നത്. പോക്കറ്റ് അടിച്ച് ഒരു ന്യായം പറയുന്നത്. ഞാൻ പറയുന്നത് മനഃപൂർവ്വം. പേഴ്സും പണവും നമ്മുടെ കണക്കൊക്കെ സെറ്റിൽ ചെയ്തേ. വേറെ അപ്പോയിന്റ്മെന്റ് ഉള്ളതാ. 500 ഉണ്ട്. 500 ഉലുവയോ? ഇത് എവിടത്തെ ഏർപ്പാടാ? വേലി കെട്ടാൻ പോയതിനെക്കാട്ടി കിട്ടുമല്ലോ. ഒരു 1000 മണീസ് എങ്കിലും കിട്ടും. 1000 മണീസോ? എടോ, തനിക്കറിയോ? ഇതിനു വേണ്ടി ഞങ്ങളൊരു ടൈം മേടിച്ചു. ഇവന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു. ഇതിനൊക്കെ അങ്ങനെ എണ്ണി കൊടുക്കണം. 500 രൂപയൊക്കെ മതി. അതിനുള്ള പണിയല്ലേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളല്ലല്ലോ അവനെ തല്ലിയത്. ഞങ്ങൾ തല്ലിയില്ലെങ്കിൽ എന്താ? നാട്ടുകാർ മുഴുവൻ കൈകാര്യം ചെയ്തില്ലേ? അത് ഞങ്ങളുടെ ബുദ്ധിയാ. ചെലമ്പാതെ കാശെടുക്കണം സാറേ, സമയം പോകുന്നു. 250 കൂടിയുണ്ട്. ഇതൊരുമാതിരി മാർക്കറ്റിലെ മരക്കാമാരെ സ്വഭാവമായി പോയി. എന്തിന്റെ കുറവാ? മാരുതി വാൻ, തന്തമാരുണ്ടാക്കിട്ടിരിക്കുന്ന കാശ്. പോ വണ്ടി എടുക്കടാ. കൊച്ചേ, ബസ്സിൽ വെച്ച് തന്റെ പേഴ്സ് പൊക്കിയതിന് നാട്ടുകാർ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. വല്ല ഹോസ്പിറ്റലോ മറ്റോ കൊണ്ടുപോയി സ്കാൻ ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. അടിയുടെ ക്ഷതം മുഴുവൻ അകത്താണേ, ഒരു നടക്കി വീരുന്ന കേസല്ല. വേണ്ടേ, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും പിന്നെയും കയറി ഇറങ്ങി നടക്കുക. എന്തോ കേട്ടില്ല. വിനോദ് ചേട്ടനെ കുറ്റം പറയാമോള്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രണ്ടുപേരും കൂടി കോളേജിന്റെ പേര് കെത്തിയാക്കരുത്. നാറ്റിക്കല്ലേ? വാടാ. ഒരു ലാർജ് ഇടട്ടെ സാർ. ഒന്നുകൂടി താ. ചേട്ടാ, എത്രയായി? 62 രൂപയായി.
ഒരു പെഗും കൂടി വേണം. താങ്ങുവോ? വേണ്ടല്ലേ? ഏയ്. ശരി. ദാ, ഒരു പൈൻ്റെ റമ്മും കൂടി. ഓയ്. കാറ്റ് കൊണ്ടപ്പോ മൂത്തളിയാ. ആ സ്ഥലത്തി ഇറങ്ങിയാട്ടെ. സ്റ്റോപ്പ്. അങ്ങനെ ഈ ഉപകാരം ഞങ്ങൾ ജീവിതത്തിൽ മറക്കൂല. ഇങ്ങോട്ട് കാശ് എടുക്കണം. കാശോ? കൊടു, കൊടു. അപ്പൊ സ്നേഹത്തിന്റെ പുറത്തല്ലേ ഞങ്ങളെ കൊണ്ടുവന്നത്? എന്തോ 5 രൂപയോ വല്ലതും കൂടെ അഡ്ജസ്റ്റ് ചെയ്താ സാറേ, തിരിച്ച് കല്ലടിച്ച് പോണ്ടേ? കല്ലിടിച്ച് വേണ്ട, ഞങ്ങളിവിടെ വരാം. പക്ഷെ ഞങ്ങളെ തിരിച്ചിവിടെ കൊണ്ടാക്കണം. അങ്ങനെ വെളുക്കുന്നവരെ ഞങ്ങൾക്കറിയാം. പോടെ പോടെ. ഓടോ. എവിടുന്ന് കെട്ടിയെടുത്ത് പണ്ടാകും രാത്രി ശല്യപ്പെടുത്താനായിട്ട്. இந்த மாளிகை ரத்ன மாளிகை കുടിപ്പതുക്കൊരു മനമിരുന്നാൽ കുഴി. ഇത് നെത്തോലിയുള്ളേ ഉള്ളു, പെരിച്ചാഴിയുടെ. ആർക്കറിയാം. വാ വാ വാ. ചവിട്ടാ, ചവിട്ടാ. ഇവിടെ വൊമിറ്റ് ചെയ്യുന്ന റൂം ഏതാവും? അളിയാ സേതു, നമ്മൾ എത്ര ആണെങ്കിലും വെള്ളം അടിക്കാം, പക്ഷെ സ്റ്റഡി ആയിരിക്കണം. മതിയുടെ ഒരു ഡൗട്ട് അടിക്കരുത് നമ്മൾ വെള്ളം അടിച്ചു. അത് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. താക്കോലാണ് നിന്റെ തന്നെയല്ലേ? എടാ അളിയ, ഇതേലൊരു അഡീഷണൽ പൂട്ട് ഫിറ്റ് ആയതുകൊണ്ട് നിനക്ക് തോന്നതാ. നേരെ നോക്ക്. ശരിക്കും നോക്കടാ. അല്ലളിയാ, 2 എണ്ണം ഉണ്ട്. നീ വേണേ നോക്ക്. 2 പൂട്ടോ? ഇനി നമ്മൾ വാട കൊടുക്കാതെ തന്നെ ചാക്കുണ്ണി അങ്ങനെ പിടിച്ച് പൂട്ടി തരികൂടെ? എന്തോ ചാക്കുണ്ണി ആയാലും കൊള്ളാം, ചീങ്കണ്ണി ആയാലും കൊള്ളാം. പകൽ 5 ഓളം കഷ്ടപ്പെട്ട് മനുഷ്യന് തലയയക്കാമെന്ന് കരുതി രാത്രി വരുമ്പോ മുറി പൂട്ടിയിടുക, അടിച്ചു പൊളിക്കടാ. പൊളിയുടെ അയ്യോ, പൂട്ട് തല്ലി പൊളിക്കാനേ നിന്റെയൊക്കെ തന്തമാരുണ്ടാക്കി വെച്ചിരിക്കണാണോ വകന്തേ ഈ ലോഡ്ജ്? എത്ര ദിവസമാണ് പറയണേ വാടക തീർത്ത് എന്നിട്ട് താമസിച്ചാ മതി എന്ന്? ചാക്കുണ്ണിയേട്ടാ, ഞങ്ങൾക്ക് ഒരിടത്തും കുറച്ച് പൈസ കിട്ടാനുള്ള കിട്ടിയില്ല. ഞങ്ങൾ എന്തോ ചെയ്യും? കിട്ടൂല. എങ്ങനെ കിട്ടാനാണ്? അതിനാരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടായിട്ട് വേണ്ടേ? എനിക്കിത് വാങ്ങിച്ച് ബാങ്കിലിടാനൊന്നുമല്ല, കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ വാടക കൊടുക്കാനാണ്. അല്ലെങ്കിലേ അയാള് എന്നെ ഇറക്കി വിടും. അതിലും ഭേദം നിങ്ങൾ ഇറങ്ങണാണ്. ചാക്കുണ്ണിയേട്ടാ, സമാധാനായിട്ടിരിക്കെ. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാടക തന്നിരിക്കും. അല്ലേ? അല്ലേ? അതെ അതെ. വാടകയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ആരോട് ചോദിച്ചിട്ടാണ് ഈ പാന്റും ഷർട്ടും ടൈയും ഒക്കെ എടുത്തിട്ടത്? അത് പിന്നെ ചാക്കുണ്ണിയേട്ടാ, ഞങ്ങൾ ചാക്കുണ്ണിയേട്ട ഇടാറില്ലേ? ഇപ്പൊ ഇട്ടിരിക്കുന്ന കോട്ടോ അത് ഇത് ഞാൻ ഇടണതെങ്കിലേ ഞാൻ തന്നെയാണ് തിരുമ്പണം. നീയും ഇട്ടോ, പക്ഷെ നാളെ എന്റെ കൂടെ തുണിരുമ്പാൻ വരണം. അയ്യോ, എന്നയ്യാ ഇത് കലാട്ടാ. തൂങ്ക വേണ്ടാമാ. ചാക്കുണ്ണിയേട്ടാ, അടുത്ത മുറിന്നൊക്കെ ആള് നോക്കുന്നു. നമ്മള് കള്ളുപിടിച്ചിട്ട് വഴക്കാന്ന് വിചാരിക്കും. പിന്നെ നമ്മള് സ്നേഹിക്കണാണ്. അവനും ഇത് തന്നെയാണ് കേസ് കെട്ട്. വാടക തരാനുണ്ട്. വാടക പറഞ്ഞേ. അവൻ 3 മാസമാണെങ്കിൽ നീ 4 മാസമാണ് കേട്ടാ. ഞാൻ ഇങ്ങോട്ട് വരണുണ്ട്. അപ്പളേ വേഗം സ്ഥലം കാലിയാക്ക്. അയ്യോ, ഈ അസമയത്ത് ഞങ്ങൾ എവിടെ പോവാനാ? അയ്യോ, ഇപ്പൊ പെറ്റി വീണ ഒന്നും അറിയാത്ത മാലാഹ കുഞ്ഞുങ്ങളാണല്ല. സർക്കാർ ഇവിടെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനും ഒക്കെ പണിതിട്ടിരിക്കണതേ നിനക്കൊക്കെ വേണ്ടിയാണ്. എടാ, ഞാൻ നിന്നോട് അപ്പളേ പറഞ്ഞില്ലേ ചാക്കുണ്ണിയുടെ പൈസ കൊടുക്കാൻ. എന്നിട്ട് നീ അത് മുഴുവൻ കള്ളു കൊടുത്ത് തീർത്തില്ലടാ. കുറ്റം മുഴുവൻ എന്റെ ഭർത്താവല്ലേ? നീ ഇപ്പൊ അങ്ങനെ സൂചിക്കണം. നിനക്ക് തരാനുള്ള 100 രൂപ. ഇനി നമ്മൾ തമ്മിൽ ഒരു കച്ചവടമില്ല. ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ മേടിച്ചോളാം. ഇനി നമ്മൾ തമ്മിൽ ഒരു പിന്നെ മേടിച്ചോളാം. അത് വേണ്ട. നിന്റെ കാശ് നിന്റെ കയ്യിലിരുന്നാ മതി. വേണ്ട 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 വേണ്ട. ഇത് ഇന്നത്തോടുകൂടി നിന്റെ ഇത് കയ്യിൽ വെച്ചോണ്ടാണ് ഈ ചവിട്ട് നാടകം കളിച്ചത്. 100 ഇപ്പൊ ചാക്കുണ്ണിയേട്ടന് സമാധാനമായ. ഇനി മുറി തറ. എന്നാ ഇനി ചാക്കുണ്ണിയേട്ടൻ നമുക്ക് ഈ 2 സ്മാൾ അടിച്ച് പിരിയാം. ഏത് സ്മാളാ? ചാക്കുണ്ണിയേട്ടൻ തരാൻ വേണ്ടി ഇവനൊരു പൈന്റ് റം അടിച്ചു വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് കൊടറേ. റമ്മ ചുമ്മാ. അത് നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഒരു കാമഡി പറഞ്ഞല്ലേ. അപ്പൊ നീ ഇവിടെ വെച്ചിരിക്കണതാ. കൊഴമ്പാ? ഇത് കുഴമ്പ് തന്നെയാണ്. ചാക്കുണ്ണിയേട്ടാ, ഞങ്ങളുടെ മുറിയുടെ താക്കോല് അത് നിങ്ങളുടെ വാതിലിന്റെ വേളി തന്നെ ഉണ്ട്. സമാധാനമായല്ല. എന്റെ 2 ദിവസത്തെ കാര്യം കുശാലായി. ഇവറ്റകള് വാടക തന്നില്ല. ഇതുപോലെ 1 ദിവസവും കിട്ടിയാ മതിയാ. എന്റെ ഈശോയെ, ഇത് ആരാണ് മുതലാളി? എപ്പോ ആകലേക്ക് ഇന്ന് വാടക കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ താമസിക്കണവരാരും വാടക എനിക്കറിയണ്ട. എത്ര മാസത്തെ വാടക അറിയണ്ടെന്ന് അറിയാമോ? അറിയാവേ, 1 കൊല്ലത്തെ. സത്യമാണല്ലോ. സത്യമാണ്. എന്നാൽ അടിച്ചുപൊട്ടി താക്കോലിക്കാണ് മതി നടത്തിയത്. മുതലാളി, നാളെ രൂപ ഞാൻ അങ്ങോട്ട് എത്തിക്കാം. വേണ്ട,
ലോഡ്ജ് എടുത്തതെന്ന് പറഞ്ഞ് എത്ര പേരാ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നതെന്ന് അറിയാമോ? വാടകയും കൂടുതൽ കിട്ടും. തനിക്കേ വിഴുപ്പലക്കേ പറഞ്ഞിട്ടുള്ളൂ. അത് ശരിയാണ് കേട്ടാ. നമുക്ക് ടെറസിലോട്ടിരിക്കാം. എന്നെ അങ്ങനെ അങ്ങ് ഇരുത്തണ്ട. ഇരുത്തോടത്തോളം മതി. ഞാൻ വാടക കൊണ്ടേ പോകൂ. ഒരു ചെറുതുണ്ട്. ഏ? മുതലാളി വരുമെന്ന് വിചാരിച്ച് ഞാൻ എന്റെ സ്വന്തം കാശ് കൊടുത്ത് മേടിച്ചതാണ്. തനിക്ക് നിർബന്ധമാണെങ്കിൽ കഴിക്കാം. പക്ഷേ ലാഡ്ജ് പൊട്ടി താക്കോലിങ്ങി തരണം. മുതലാളി ഇത് കഴിക്കുമ്പോഴേക്ക് ഞാനിതെല്ലാം പൂട്ടി താക്കോല് കയ്യിൽ തരാം. നമുക്ക് ടെറസിലേക്ക് പോകാം. ഓ കാല